ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ട് ഗംഭീരമായൊരു അപ്ഡേറ്റാണ്. നമ്മുടെ നടിപ്പിൻ നായകനായിട്ടുള്ള സൂര്യ 47 ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയൊരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നതും ഇല്ലെങ്കിൽ നമുക്ക് മലയാളി എന്ന നിലയിൽ ആകാംക്ഷ എന്ന് പറയുന്നതും ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ മലയാളീസാണ്. മ്യൂസിക് ഡയറക്ടർ മലയാളിയാണ്, ഡയറക്ടർ മലയാളിയാണ്, പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ നസ്ലിൻ ഉണ്ട്, പിന്നെ നായികയായിട്ട് നമ്മൾ നസ്രിയ എന്നാണെന്നാണ് വിശ്വസിക്കുന്നത്. എന്നാലും സിനിമ ഒരുമാതിരിപ്പെട്ട രീതിയിൽ ഇപ്പോൾ എല്ലാവർക്കും ക്ലിക്കായിട്ടുണ്ട്. കാരണം ഇദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. അതോടൊപ്പം തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അറിയില്ല ജിത്തുമാധവൻ്റെ ഒരു കഥ പറച്ച രീതിയും അദ്ദേഹത്തിൻ്റെ സിനിമാറ്റിക് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അടിപൊളിയായി. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കഥയായിട്ട് വന്നിട്ടുള്ള ഇപ്പോൾ ഒരു സിനിമ ഓടുന്നുണ്ടല്ലോ ബാലൻ, അതുപോലും ഒരുമാതിരിപ്പെട്ട സാധനം. കാരണം അദ്ദേഹം ഒരു ജിത്തുമാധവൻ പറഞ്ഞൊരു കിളിപോയ സാധനമല്ല, ഇതൊരു പ്രത്യേക തരം വൈബുള്ളൊരു വ്യക്തിയാണ്. എങ്ങനെയുണ്ടെങ്കിൽ നമ്മളെ ഈ ന്യൂജൻസിനും ഇല്ലെങ്കിൽ എല്ലാ പ്രേക്ഷകരും ഒരേപോലെ കയ്യിലെടുക്കാനും അവർക്ക് ആവശ്യമായുള്ള രീതിയിൽ സിനിമയുടെ ഓരോ സീൻസ് എലിവേറ്റ് ചെയ്യാനും അത് നല്ല രീതിയിൽ ആവിഷ്കരിച്ച് നമുക്ക് ഒരു കഥയോടുകൂടി നല്ല നമ്മൾ ഇമോഷണലി ആണെങ്കിലും കണക്ട് ചെയ്യാനൊക്കെ കഴിവുള്ളൊരു ഭയങ്കര ഒരു അതുല്യ പ്രതിഭയായിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ മലയാള സിനിമയിൽ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടറായിട്ടൊക്കെ ഇനി വരും. കാരണം കുറേ കാലം കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെയൊക്കെ സിനിമ എന്ന് പറയുന്നത് അത്രമാത്രം ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സിനിമ ഇതിൻ്റെ നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനുള്ളത് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ തമിഴിൽ ഇദ്ദേഹം പോയി എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്നല്ല, കാരണം ഈ സിനിമ ഞാൻ കേട്ടിടത്തോളം ഈ സിനിമയിലൊരു കഥാ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇദ്ദേഹം തമിഴ്നാട് പോലീസിലാണ്. അദ്ദേഹം കേരളത്തിലെന്തോ വന്നിട്ടൊരു എങ്ങനെന്തോ കഥയും എന്തോ പ്രശ്നത്തിൽ ഏർപ്പെടുകയും പിന്നെ അതിനുശേഷം ഉണ്ടാകുന്ന ഒരു ഇൻസിഡൻസും മറ്റുമൊക്കെയാണെന്നാണ് ഞാൻ എനിക്കൊരു സോഷ്യൽ മീഡിയ ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും സിനിമ ഒരു മാതിരിപ്പെട്ട ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും. കാരണം സൂര്യ പോലീസ് ആവുന്നു, അതിനാണ് ഏറ്റവും വലിയ ഹൈലൈറ്റും. അതിലേക്ക് ജിത്തുമാധവൻ്റെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു അടിപൊളി സിനിമയായിരിക്കും. പിന്നെ നമ്മുടെ ഇതിൻ്റെയൊക്കെ മ്യൂസിക് എന്ന് പറയാമല്ലോ, സുശീൻ ശ്യാമാണ്. നമ്മളെ ഭീഷ്മയിലൊക്കെ ഇങ്ങനെ തൂക്കി അധികം സാധനമൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ അടുത്തതിൻ്റെ പാട്രിയോട്ടിക് ആണെങ്കിലും ഒരു രക്ഷ സാധനം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കിടുക്കച്ചിന്. കാരണം മഞ്ഞുമൽ ബോയ്സിലേക്ക് കാണിച്ചിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ മോനെ ഇതൊരു സാധനം കാണിച്ചു വെച്ചില്ലേ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സിനിമ അപ്പോൾ എന്തായാലും കറുപ്പൊക്കെ ഇറങ്ങിയ ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള എലിവേഷൻ ലെവൽ നിൽക്കുകയാണ് നമ്മുടെ നടിപ്പിൻ നായകനായിട്ടുള്ള നമ്മുടെ സൂര്യ. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കരിയറിൽ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയായിട്ട് കറുപ്പ് തന്നെ മാറിയിട്ടുണ്ട്. കാരണം കറുപ്പ് നമുക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യും. കാരണം എനിക്ക് തന്നെ ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത് എന്തുകൊണ്ട് ഞാൻ ആ സിനിമ എന്താ പറയുക ഒരു 2-3 വർഷം തിയേറ്ററിൽ കാണാൻ പറ്റില്ല എന്നുള്ള സന്തോഷമുണ്ട്, സങ്കടം എനിക്കുണ്ട്. കാരണം കണ്ടപ്പോൾ ആ ഒരു എനർജി ഉണ്ടല്ലോ, ആ സിനിമ നമ്മൾ അദ്ദേഹം ഒരു ദൈവമാണെന്നുള്ളത് നമ്മൾ സങ്കല്പിച്ചാൽ തന്നെ പിന്നെ ബാക്കി എന്ത് അദ്ദേഹം ചെയ്യുന്നതും നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് സൂര്യ എന്നൊരു വ്യക്തി ആ സിനിമയിൽ ഒരു രക്ഷയില്ല. കാരണം അത്രമാത്രം നല്ല എന്തൊരു ഹാൻഡ്സ് ഓൺ അല്ലേ അദ്ദേഹത്തിൻ്റെ, ഭയങ്കര രസമുണ്ട്. ഓരോ ലുക്കിൽ വരുമ്പോഴും അടിപൊളിയായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കോട്ടിടുമ്പോഴാണെങ്കിലും വിശീകരിച്ച് ഒരു ചെറിയൊരു സോൾട്ട് പേപ്പർ ലുക്കിലൊക്കെ വരുമ്പോൾ അടിപൊളിയായിട്ട്. അപ്പോൾ എന്തായാലും ഇതിൽ ഭയങ്കര പോലീസ് കാര്യം നേരം മീശയൊക്കെ മേടിച്ച് നല്ല സുന്ദര കുട്ടപ്പനായ കാര്യം വരിക. കാരണം സൂര്യ ഒരു ഗ്ലാമർ പറഞ്ഞാൽ പൊളിയായിരിക്കും, അദ്ദേഹത്തിൻ്റെ അഭിനയം അത് അടിപൊളിയായിരിക്കും. എന്തായാലും ജിത്തുമാധവൻ്റെ ഈ ഒരു ക്രിയേറ്റീവ് എങ്ങനെയായിരിക്കും നമ്മൾ ആസ് എ പ്രേക്ഷകൻ നൽകി എനിക്ക് ഭയങ്കര ആകാംക്ഷയുണ്ട്. കാരണം എങ്ങനെയായിരിക്കും ഈ സിനിമ വരിക, അത് എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ആവേശമായിട്ട് ഇതിന് രോമാഞ്ചം ഇങ്ങനെയുള്ള സിനിമയൊക്കെ തന്നെ ഒരു അടിപൊളി ജോണറാണ്. എല്ലാത്തിനും ഒരു വെറൈറ്റി ജോണറാണ്. ഇപ്പോൾ അടുത്തിറങ്ങിയുള്ള ബാലനായാലും എല്ലാം തന്നെ ഒരു പ്രത്യേകതരം വൈബിലാണ് ഇദ്ദേഹം സിനിമ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു വൈബിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സൂര്യനെ വെച്ച് ഏത് തരത്തിലുള്ളൊരു ക്ലാസിഫിക്കേഷനാണ് ചെയ്യാൻ പോകുന്ന ഒരു ഐഡിയ ഇല്ല. എന്തായാലും സിനിമ ഒരു 1.5 പടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റ് കൂടുതലാണ്. കാരണം സൂര്യയുടെ ഇപ്പോഴത്തെ ഒരു റേഞ്ച് പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള സിനിമകളൊക്കെ ആക്കിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമ വിജയിക്കുന്നത് കറുപ്പിലൂടെ. എന്തായാലും അത് ഗംഭീരമായൊരു തിരിച്ചുവരവായി മാറി. ആ സിനിമ തന്നെ വിജയ്ക്ക് വേണ്ടി എഴുതിയതാണെന്ന് പിന്നെ അതിന് വിജയിൻ്റെ ഒരു ഇപ്പോൾ അതൊരു അറിയാമല്ലോ CM ഒക്കെ ആയതുകൊണ്ട് പിന്നെ അദ്ദേഹം സിനിമയും ചെയ്യാനുള്ളൊരു മൂഡൊന്നുമില്ല. അദ്ദേഹം ആ ഒരു പ്രിപ്പറേഷനിലേക്ക് കൂടി അത് മാറ്റി അവസാനം വിജയ് മാറി ഇവിടെ നമ്മുടെ സൂര്യയിലെത്തി. സൂര്യയാണെങ്കിൽ അത് ഗംഭീരമായി ചെയ്യുകയും ചെയ്തു. എന്തായാലും സിനിമ ഒരു അടാറ് സാധനമായി മാറി. എന്തായാലും ഈ ഒരു സിനിമ നമ്മുടെ ഗെറ്റ് റെഡി ഫോർ ദ ബാങ്കർ എന്നാണ് ഇതിൻ്റെ ഒരു ക്യാപ്ഷൻ തന്നെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ തന്നെ ഭയങ്കര എക്സൈറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഈ സിനിമേനെ കൊണ്ടുവരുന്നതും സുശീൽ ശ്യാമിൻ്റെ മ്യൂസിക് ഏത് തരത്തിലാണ് ആ മ്യൂസിക് നമ്മുടെ സൂര്യ എന്ന ആ ഒരു വലിയൊരു താരത്തിന് കൊടുക്കാൻ പോകുന്നതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് അറിയാനും കാണാനും അത് ആസ്വദിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും സിനിമ വരാനായിട്ട് നമ്മളും കാത്തിരിക്കുന്നു. കാരണം അതിൻ്റെ ഷൂട്ടിംഗ് മൊത്തം അവസാനിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ട്. എന്തായാലും ആ ഒരു സൂര്യ 47 തന്നെ എഴുതി തന്നെ ഒരു വലിയ ഒരു ക്രിയേറ്റിവിറ്റി എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഒരു മലയാളിക്കിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്. അതൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ ചെയ്യുന്ന സംഭവമാണ്. പക്ഷേ എന്തായാലും ഇതൊക്കെ തന്നെ പുതിയതായിട്ട് ഈ സിനിമാ ലോകം കാണുന്നു. എന്തായാലും സൂര്യ
സുഷിൻ ശ്യാം, ജിത്തു മാധവ്, പിന്നെ നസ്ലീൻ, ഇപ്പോൾ നസ്രിയ, അങ്ങനെ കുറേ ആളുകളൊക്കെ ഉണ്ട്. എന്തായാലും പടം ഒന്ന് കിടക്കാച്ചേരി വരട്ടെ അല്ലേ, നമ്മൾ ആസ്വദിക്കുന്ന രീതിയിലേക്ക് ഒന്നുകൂടി എലിവേറ്റ് ചെയ്യും, നമ്മൾ എക്സൈറ്റ് ചെയ്യാൻ പറ്റിയിട്ടെ. ഏതായാലും രണ്ട് സംസ്ഥാനത്തും കൂടി നടക്കുന്നൊരു കഥയും കൂടി ആയതുകൊണ്ട് കുറച്ചുകൂടി എല്ലാവരും ഈസിയായിട്ട് കണക്റ്റ് ആവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അങ്ങനെയുള്ളൂ, മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിൽ രണ്ടുപേർക്കും കൂടി കണക്റ്റ് ആവുന്ന രീതിയിൽ വന്നില്ല. എന്ന് പറഞ്ഞ പോലെ പല സിനിമകളും ഇപ്പോൾ കണക്റ്റ് ആവുന്ന അങ്ങനെ വരുന്നുണ്ട് കഥാപാത്രമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമ വരട്ടെ. അപ്പോൾ നിങ്ങളെപ്പോലെ ഞാനും ഈ സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ്. സിനിമ വന്ന് അതിഗംഭീരമായിട്ട് റിപ്പോർട്ടുകൾ കിട്ടുകയും സൂര്യയാണ് ഇനി തമിഴ്നാടിൻ്റെ എന്താ പറയുക വിജയും അജിതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ സൂര്യയാണ് മെയിൻ എന്ന രീതിയിലേക്ക് മാറട്ടെ. അദ്ദേഹത്തിന് അതിനോളം കഴിവുണ്ട്, ഇല്ലെന്ന് പറയില്ല, നല്ല രീതിയിലുള്ള കഴിവുണ്ട്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം അദ്ദേഹത്തിൻ്റെ പിതാമഹനിൽ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ തന്നെയാണ്. അത് ഭയങ്കര രസമാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് ഈ സിനിമ ഒരു കോമിക്കും കൂടിയാണ്, കോമഡി രീതിയിലാണ് വരുന്നതെങ്കിൽ പിന്നെ ഒന്നുകൂടി കിടക്കുക ചെയ്യാം. കാരണം വിജയിൻ്റെയൊക്കെ ഒരു സ്പേസൊക്കെ മാറി കഴിഞ്ഞല്ലോ. അപ്പം ഇനി തമാശയും ഇടിയും മിത്തും എല്ലാം റൊമാൻറ്റിക് എല്ലാം കൂടി ഇനി താങ്ങാനുള്ള അതൊക്കെ സൂര്യക്കുണ്ട്. അപ്പോൾ സൂര്യയൊക്കെ ചെയ്ത് അതുപോലെ ജിത്തുമാധവൻ്റെ സിനിമയെ കാരണം എങ്ങനെ ഒരു കോമഡിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ സിനിമ വരട്ടെ. അപ്പോൾ നിങ്ങളെപ്പോൾ ഞാനും വളരെയധികം കാത്തിരിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് അപ്ഡേറ്റ് വരാണ്ട്, ടീസർ വരാണ്ട്, ട്രെയിലർ വരാണ്ട്, അങ്ങനെ കുറേ ഉണ്ട്, റിലീസിൻ്റെ ഡേറ്റൊക്കെ വരാണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ. എല്ലാവരും നല്ല രീതിയിൽ ഫുട്ബോളൊക്കെ കണ്ട് ആസ്വദിക്കാം. അവരൊരു ടീമൊക്കെ ചിലപ്പോൾ പുറത്തേക്കാം, ഒന്നും കാര്യമാക്കണം. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ, സി യു.